നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും അതിൽ കേന്ദ്ര ഏജൻസി വേണമെന്നും ആവശ്യപ്പെടുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം. ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു അവർ ഇപ്പോൾ. എന്തുകൊണ്ടാണ് ഒരു പാർട്ടി കുടുംബാംഗത്തിന് എല്ലാ അർത്ഥത്തിലും വിശ്വാസയോഗ്യമായ അന്വേഷണം നടക്കുമെന്നും പൂർണ്ണ രൂപത്തിൽ അവരോടൊപ്പം നിൽക്കുമെന്നുമാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും വാഗ്ദത്തം? എന്നിട്ടും എന്തേ പാർട്ടിയെ, സർക്കാരിനെ, ആ സർക്കാരിന്റെ പോലീസിനെ, ആ പാർട്ടി കുടുംബാംഗത്തിന്, ADMന്റെ കുടുംബത്തിന് വിശ്വാസം ഇല്ലാത്തത്? അവർക്ക് ആശങ്ക ഉണ്ടാകും വിധത്തിൽ അന്വേഷണം വഴിപിഴയ്ക്കുന്നുണ്ടോ, ഇഴയുന്നുണ്ടോ, അട്ടിമറിക്കുന്നുണ്ടോ? എങ്കിൽ ആരാണ് അതിന് പിന്നിലെ താൽപര്യ കേന്ദ്രം? ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോഴും പോലീസ് അന്വേഷിക്കാൻ മടിക്കുന്നത്? ADMന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ നടന്ന സംഗതികളിലെല്ലാം അസാധാരണത്വം മുഴച്ചു നിൽക്കുന്നുണ്ടോ? CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ പോകുമോ? അതോ തൃപ്തികരമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനാൽ CBI വേണ്ട എന്നായിരിക്കുമോ സർക്കാർ പറയുക? എന്തായാലും സർക്കാരിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഈ വിഷയം സംസാരിക്കുകയാണെന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ K. ശബരിനാഥൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ, CPIM സഹയാത്രികൻ, CR നീലകണ്ഠൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ജോർജ് ജോസഫ്, മുൻ SP എന്നിവരാണ്. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ കുടുംബത്തിന് തീരെ വിശ്വാസം വരാതിരിക്കാനുള്ള താങ്കൾ കാണുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വരാം. ശ്രീ BN ഹസ്കർ, അതായത് പാർട്ടി സമ്പൂർണ്ണമായും ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് പറയുന്നു, സർക്കാർ സമ്പൂർണ്ണമായും കുടുംബത്തിനൊപ്പം നിൽക്കുന്നു പറയുന്നു, അന്വേഷണം ശരിയാവണ്ണം നടക്കും, കുറ്റക്കാരായാലും ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ഈ പാർട്ടിയെയും സർക്കാരിനെയും വിശ്വാസമില്ലാതാവുന്നത് എന്തുകൊണ്ടായിരിക്കും ഹസ്കർ? നിഷാദ്, ഇതിൽ വാക്കുകൊണ്ട് മുറിവേറ്റൊരു മനുഷ്യൻ ആത്മഹത്യപ്പെടുകയും സത്യസന്ധനും നീതിമാനുമാണെന്ന് സംസ്ഥാന സർക്കാർ ആണയിട്ട് പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളുടെ ദൂരീകരിക്കണമെന്ന് ഒരു കുടുംബം ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ആത്മഹത്യയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൻ്റെ സത്യസന്ധവും നീതിയുക്തവും ആയിട്ടുള്ള അന്വേഷണം നടന്നു വരികയെ ആ അന്വേഷണത്തിൽ അപര്യാപ്തതയും പരിഭവവും ഉണ്ടെന്ന് കുടുംബം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള CBI അന്വേഷിക്കണമെന്ന് ആ കുടുംബം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ ഹർജിയെ എതിർക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടും CPIMൻ്റെ കാഴ്ചപ്പാടും ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടും ഇക്കാര്യത്തിൽ നീതിമാനായ ഉദ്യോഗസ്ഥനോടൊപ്പം നിൽക്കുക എന്നുള്ളതും ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതുമാണ് CPIM എടുത്തിട്ടുള്ള തീരുമാനം. അത് അസന്നിഗ്ധമായി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദ മാസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന വഴികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഈ ഹർജിയെ എതിർക്കുകയും അതല്ലെങ്കിൽ ഹർജിയെ അനുകൂലിക്കുകയും ചെയ്യുക എന്നുള്ള രണ്ട് വഴികൾ മാത്രമാണുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ള CPIMൻ്റെ നിലപാടനുസരിച്ച് ഈ ഹർജിയെ ഒരു ഘട്ടത്തിലും എതിർക്കുക എന്നുള്ളത് നിലപാട് CPIMോ ഗവൺമെൻറ്റോ എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്തരമൊരു നിലപാട് എടുക്കേണ്ട സാഹചര്യമില്ല. കാരണം ഇപ്പോൾ കുടുംബം ആഗ്രഹിക്കുന്നതും അവരാഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു അന്വേഷണം സത്യസന്ധമായി നടത്തണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ദിവ്യയുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ ദിവ്യയും ആഗ്രഹിക്കുന്നത് നീതിയുക്തമായ ഒരു അന്വേഷണം. സർക്കാർ നിൽക്കുമെന്ന പ്രതീക്ഷയാണ് താങ്കൾ പങ്കുവെക്കുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഹസ്കർ, ഞാൻ ചോദിക്കുന്നത്, അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനില്ലേ, പാർട്ടിക്കില്ലേ, പത്തനംതിട്ടയിലെ പാർട്ടിയെങ്കിലും ഇല്ലേ? എന്തുകൊണ്ടാണ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല, ശരിയായ വഴിയിൽ പോകുന്നില്ല എന്നവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിൽ ഇത്രയും വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസിൽ വേഗത്തിലും സുതാര്യവും നീതിയുക്തവുമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പാർട്ടിക്ക് ബാധ്യതയില്ലേ, സർക്കാരിന് ബാധ്യതയില്ലേ? അതെന്താ ഇല്ലാത്തത്? അല്ല അനിഷത്, ഇതിൽ നിശ്ചയമായി ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണം ഒരു അന്വേഷണം നടത്താൻ. ആത്മഹത്യാ പ്രേരണാ കുറ്റങ്ങൾ അന്വേഷിക്കുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം വൃഥാവിലായി എന്നുള്ളതായിരുന്നു ഒരു വസ്തുത.
ഈ ആത്മഹത്യ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പറഞ്ഞത് ഇത് ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തിക്കൊണ്ട് ദിവ്യയെ ഒരു തരത്തിലും ഈ കേസിൽ പ്രതിയാക്കപ്പെടില്ല എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. അത് വൃഥാവിലായിക്കൊണ്ട് ദിവ്യയെ പ്രതിയേർത്തുകൊണ്ട് കേസെടുത്തു. അതിനുശേഷം സംഭവിച്ചത് എന്താ? ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കില്ല എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങൾ പ്രചരിപ്പിച്ചു. അതും അസ്ഥാനത്തായി. അതിനുശേഷം ദിവ്യ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന് സർക്കാർ തയ്യാറാവില്ലെന്നും ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും നിങ്ങൾ കരുതി. അവിടെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിഫലമായി കഴിയുകയും അവിടെ സംഭവിച്ചത് എന്താ? അവിടെ മുൻകൂർ ജാമ്യാപേക്ഷ കുടുംബത്തിന് വിശ്വാസമില്ലാത്ത എന്തുകൊണ്ടാണ്? അവരാവട്ടെ ഒരു പാർട്ടി കുടുംബവുമാണ്. അതിന് അവരോടാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അതോ അവർ മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ പ്രചാരവേലയ്ക്ക് അസംബന്ധയായി എന്ന് പറയുകയാണോ? അങ്ങനെയല്ല നിഷാദ്. സ്വാഭാവികമായും ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും അവരുടെ എല്ലാ ആശയും ആഗ്രഹവുമായിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന വേദന വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ വേദനയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. വളരെ സത്യസന്ധനും നീതിമാനുമാണ് ശ്രീ നവീൻ ബാബു എന്നുള്ളതിന് ഒരു സംശയവും നമുക്ക് ആർക്കും ഇല്ലല്ലോ. കേരളീയ പൊതുസമൂഹം അത് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പുകമറകളും അന്വേഷണ വിധേയനെ പുറത്തു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നു, CPM ആഗ്രഹിക്കുന്നു. ഞാനോ ഈ പാനലിരിക്കുന്ന മറ്റാരോ ആഗ്രഹിക്കുന്ന പോലെ അല്ല CPM ആഗ്രഹിക്കുന്നത്. CPM ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്നത് നടത്താൻ കഴിയും വിധത്തിൽ പവർ കയ്യിലുള്ള റൂളിംഗ് പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ഒരു ലഘുവാചകം പോരാതെ വരും. നടപ്പിലാക്കാത്തത് എന്തെന്ന ചോദ്യമാണ് ആ കുടുംബത്തിനുള്ളത്. ഞാനൊന്ന് പറയാം. മുൻ SP നമ്മളൊപ്പം ജോർജ് ജോസഫ് കൂടി. ജോർജ് ജോസഫ് തൻ്റെ ഭർത്താവ് അസാധാരണമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നവർ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ കൊലപാതകം നടന്നിട്ടുണ്ടാവാം എന്നവർ വിശ്വസിക്കുക സ്വാഭാവികമാണ്, അങ്ങനെ കരുതുക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു വൈകാരിക അതിരേകത്തിൽ ഉണ്ടാവുന്ന കേവലാക്ഷേപം നിലയ്ക്കാണോ ഇതിനെ കാണേണ്ടത്? അതോ ഇതിനകത്ത് വളരെ ഡീപ്പായിട്ടുള്ള ദുരൂഹത കിടക്കുന്നുണ്ടോ? പോലീസ് ഇനിയും കവർ ചെയ്യാത്ത ഏരിയ ഉണ്ടോ? പോലീസ് ഡെലിബറേറ്റായിട്ട് പോലീസ് മറച്ചു വയ്ക്കുന്ന ഏരിയ ഉണ്ടോ? സത്യത്തിൽ ഇതിനകത്ത് കുറേ അൺയൂഷ്വൽ തിങ്സ് ഉണ്ടോ ശരിക്കും ജോർജ് ജോസഫ് ഈ അന്വേഷണത്തിൽ? ഞാൻ ഈ തുടക്കത്തിൽ ഈ സംഭവം ഉണ്ടായാൽ തന്നെ അതൊരു സൂയിസൈഡ് ആണോ എന്ന് സംശയം പറഞ്ഞ ആളാണ്. കാരണം ഒരു 30% സൂയിസൈഡിലും 70% ഹോമിസൈഡിലുമാണ് അത് കിടന്നത്. ഞാൻ അതിലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഭാര്യയും മക്കളോടും പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ വരാൻ. പക്ഷേ അദ്ദേഹം അവിടെ പോകാതെ ആ ക്വാർട്ടേഴ്സ് വിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെല്ലാതെ അതിൻ്റെ തൊട്ടിപ്പുറം വെച്ച് ഇറങ്ങി. അതിനുശേഷം അദ്ദേഹം നമ്മൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ക്വാർട്ടേഴ്സിൽ. അത് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന ഭാര്യയും മക്കളും അദ്ദേഹത്തിനെ കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകാർക്കായ ആ ലേഡിയെ വിളിച്ചു. അവരുടനെ ഡ്രൈവറെ വിളിച്ചു. ആ ഡ്രൈവർ ആ ക്വാർട്ടേഴ്സിൽ ചെന്നു, നോക്കി, തൊട്ടടുത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു കൊണ്ടുവന്നു. അവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ അകത്ത് കയറാൻ ഭയം. വാതിൽ തുറന്ന് കിടക്കുന്നു. അവരെ കളക്ടറെ ഗൺമാനെ കൂടെ വിളിച്ച് 3 പേരൂടെ കയറിയെന്നാണ് പറയണത്. ആരാണ് ഈ വാതിൽ തുറന്നത്? അത് തുറന്ന് തന്നെ കിടക്കുകയാണ്. അത് അവിടെ പോലെ നമുക്ക് ഡൗട്ടാണ്, എങ്ങനെയാണ് ഇതേ റെയിൽവേ സ്റ്റേഷനിൽ പോയ ആൾ തിരിച്ച് ആ വീട്ടിൽ വന്നത്? വീട് പൂട്ടി ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ചു പോയ മനുഷ്യന് എങ്ങനെ അത് തുറക്കാൻ പറ്റി? ഇത് വളരെ ദുരൂഹമാണ്. പോലീസ് അവിടെ അന്വേഷിച്ചില്ല. ഇന്നും അത് അന്വേഷിക്കാതെ കിടക്കുന്ന ഭാഗമാണ്. അദ്ദേഹത്തിന് തൂങ്ങാനായിട്ട് എവിടുന്ന് കയറ് കിട്ടി? അത് അന്വേഷിച്ചില്ലേ പോലീസ്? വീട്ടിൽ പോയ സർവ്വതും അവിടുന്ന് ഉപേക്ഷിച്ച് തൻ്റെ ബാഗും എടുത്ത് വീട്ടിലോട്ട് പോയ മനുഷ്യന് ആ വീടിനകത്ത് എങ്ങനെ കയറ് കിട്ടി? അതൊക്കെ ഇന്നും ദുരൂഹമാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്, വലിയ എക്സ്പീരിയൻസ്ഡ് ആളല്ല, അതൊരു DYSP എങ്കിലും അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ആ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പം ബന്ധുക്കളെ വിളിച്ചില്ല. അദ്ദേഹം ഒരു ADM ആണ്, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉള്ള ആളാണ്, അത്ര ഉത്തരവാദിത്തത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന് വീട്ടിലോട്ട് ചെല്ലും, രാവിലെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരാമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ ആ ഒരു കൈക്കൂലി കേസിനകത്ത് ഉൾപ്പെടുത്തി
അതിനുശേഷം അദ്ദേഹം അത് യഥാർത്ഥമാണെങ്കിൽ അദ്ദേഹം വീട്ടിലോട്ട് ഭാര്യയും മക്കളോടും പറഞ്ഞേനെ റെയിൽവേ സ്റ്റേഷനിൽ വരണ്ട എന്ന് പറയും. ഒരു സൂയിസൈഡ് നോട്ടില്ല. ആരാണ് ആ വീട്ടിനകത്ത് ആദ്യം കയറിയത്? ഇന്ന് വരെ അത് പോലീസ് അത് പറഞ്ഞിട്ടില്ല, കണ്ടുപിടിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അതിനകത്തൂടെ പറയാനുണ്ട്. ഇദ്ദേഹം ഉച്ചയ്ക്കത്തെ സെൻഡ് ഓഫ് കഴിഞ്ഞ ശേഷം പിന്നീട് ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ബന്ധുക്കളുണ്ടാകണം, വിളിച്ചില്ല. അത് ഇൻക്വസ്റ്റ് സമയത്ത് ബന്ധുക്കളുണ്ടാകണം, വിളിച്ചില്ല. പരമപ്രധാനമായി ഈ രണ്ട് കാര്യം ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉപേക്ഷിച്ചത്? എന്താണ് അവരുടെ താല്പര്യം? അത് ചെയ്തില്ല. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് സ്വന്തമായിട്ടൊരാൾ തൂങ്ങിച്ചാകുന്നെങ്കിൽ ആ കഴുത്തിലുള്ള നോട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ സലൈവ വായിക്കൂടെ ഒലിക്കണം. ഇവിടെ വായിക്കൂടെ ഒഴിച്ചിട്ടുണ്ടോ? സംശയമാണ്. മറ്റൊന്ന്, ഫീക്കൽ മാറ്റേഴ്സ് ഔട്ടാവും. നമ്മളത് ഒരു പ്രഷർ കൊണ്ട്, സഫോക്കേഷൻ കൊണ്ട് മലം വെളിയിലോട്ട് വരണം, വന്നിട്ടുണ്ടോ? യൂറിൻ വെളിയിലോട്ട് പോയിട്ടുണ്ടോ? അതുപോലെ തന്നെ സെമൻ ഔട്ടാവും, പോയിട്ടുണ്ടോ? ഇതൊക്കെ ആരാണ് സപ്രസ് ചെയ്തത്? ആരാണിത് പോസ്റ്റ്മോർട്ടം ചെയ്തത്? ഇതൊക്കെ തുടക്കത്തിലേ പറഞ്ഞതാണ്. ഇപ്പോൾ അത് തുറന്നങ്ങ് പറയുകയാണ്. കാരണം ആ വീട്ടുകാർ കുറച്ച് താമസിച്ചു ഹൈക്കോടതി പോകാനായിട്ട്. പക്ഷേ ഒരു കാര്യം ബുദ്ധിപൂർവ്വം ചെയ്തു. ആ ദിവ്യയുടെയും അതുപോലെ കളക്ടറേയും അതുപോലെ പ്രശാന്തിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മൊബൈൽ ഫോണുകൾ, കോൾ ഡീറ്റെയിൽസ്, ഡിജിറ്റൽ എവിഡൻസ് പ്രിസർവ് ചെയ്യണമെന്ന് അവിടുത്തെ കോടതിയിൽ അവർ കൊടുത്തു. കാരണം അത് നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് അത് കൊടുത്തിട്ടുണ്ട്. അത് എത്ര ശതമാനം നശിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഒരു ആരോപണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നു. ഇദ്ദേഹം മരിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കൈക്കൂലി കേസ് കൊണ്ടുവന്നിരിക്കുന്നു. അത് എവിടുന്നാണ്? അത് മുഖ്യമന്ത്രി ഓഫീസിൽ മരണത്തിന് ശേഷം കിട്ടി. അപ്പോൾ അതിന് മുമ്പത്തെ ഡേറ്റ് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒപ്പ് പ്രശാന്തൻ്റെ ഒപ്പും അദ്ദേഹം ആ വസ്തു 40 സെൻറ്റ് പെട്രോൾ പമ്പിന് വാങ്ങിച്ച സമയത്ത് പള്ളിക്കാരുമായിട്ട് എഴുതിയ എഗ്രിമെൻറ്റിനകത്തുള്ള ഒപ്പും രണ്ടും വ്യത്യസ്തമാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പം പറഞ്ഞ് 2 ഒപ്പും ഞാനിട്ടതാണെന്ന്, 2 എൻ്റെ ഒപ്പാണെന്ന്. നമ്മൾ ആദ്യം കേൾക്കുകയാണ്. അവിടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് മനസ്സിലായില്ലേ അവിടെ. അപ്പം ഒരു വിജിലൻസ് എൻക്വയറി കൈക്കൂലി 1 ലക്ഷം രൂപയ്ക്ക് 1500 രൂപ കുറച്ച് 98,500 രൂപ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ആ കൈക്കൂലി പണം എവിടെ? അത് ബാങ്കിൽ കൂടെ അയച്ചോ? അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിനകത്തുണ്ടോ? ക്വാർട്ടേഴ്സിനകത്തുണ്ടോ? അതൊരു കള്ളക്കേസായിട്ട് ഉണ്ടാക്കിയതാണ്. എന്തിനാണത്? അപ്പോൾ അങ്ങനെ ഒരു പരാതി AKG സെൻറ്ററിൽ നിന്ന് പരാതിയിൽ ആരോ ഒപ്പിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തപ്പം മരണത്തിന് ശേഷം അവിടെ വരവെക്കാൻ ഒക്കുള്ളൂ. ഡെയിലി അവിടെ മുഖ്യമന്ത്രി ഓഫീസിൽ ആ ടൈം വെച്ചിട്ടാണ് അവിടെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. റെസിപ്റ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന് ശേഷം വന്നിരിക്കുന്നു ഒരു വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇതിനെപ്പറ്റി അന്വേഷിച്ചിരിക്കുന്നു. പ്രശാന്തിനെയും ഗംഗാധരനെയും അവിടെ ചോദ്യം ചെയ്തിരിക്കുന്നു. ആരാണ് വിജിലൻസിൻ്റെ എൻക്വയറിക്ക് ഓർഡർ ഇട്ടത്? മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിലെ ഒരു വിജിലൻസ് എൻക്വയറി സ്റ്റാർട്ട് ചെയ്യില്ല. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും ചീഫ് സെക്രട്ടറി അറിയാതെ ഒരു വിജിലൻസ് എൻക്വയറിയും കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യില്ല. വിജിലൻസ് ഡയറക്ടർ അറിയാതെ ഒരു എൻക്വയറി ഇവിടെ നടക്കില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ഒരു വിജിലൻസ് എൻക്വയറി നടത്തി പ്രശാന്തനെ? തുടക്കത്തിൽ തന്നെ കുറെ അസാധാരണങ്ങൾ, സംശയങ്ങൾ, ചില പുകമറകൾ അതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം പോരാ എന്ന അഭിപ്രായം പങ്കുവെക്കുകയാണ് അദ്ദേഹം. K. ശബരിനാഥൻ, ഇപ്പം ഇത് നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ആക്ഷേപം പല കേസുകളിലായി പലരും കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് ഉന്നയിക്കാം, അവർക്ക് ആ നിലയ്ക്കുള്ള ആശങ്കകളും സംശയങ്ങളും ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ നമുക്ക് കുറച്ചൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസോ സാധ്യതകളോ ഒക്കെ വേണം. അതിനപ്പുറം സർക്കാർ ഇത് വൈകിക്കുന്നതിന് വേറെ ലോജിക്കൽ റീസൺസ് നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഇത് കൊലപാതകമാണെന്നുള്ള വേറെ കാര്യം, അതുകൊണ്ടായി വൈകിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കുമോ? അതോ ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷനെ സർക്കാർ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും ഭയപ്പെടുന്നുണ്ടാവുമോ? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഇന്ന് ADM നവീൻ ബാബുവിൻ്റെ ഈ മരണത്തിന് ശേഷം ഏകദേശം 45 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കൊടുത്തിരുന്ന ഹർജി സാധാരണ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന എല്ലാ മലയാളികളുടെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഹർജി ഡോക്യുമെൻറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുടുംബം ഇടതുപക്ഷത്തിനോടും പാർട്ടിയോടും വളരെയധികം സഹായങ്ങൾ നൽകിയിട്ടുള്ളൊരു കുടുംബമാണ്. എന്തിന് ഈ ഒരു കോടതിയിൽ കൊടുക്കുന്ന ഹർജി പോലും എനിക്ക് തോന്നുന്നു അത് പൊളിറ്റിക്കലായിട്ടൊരു ബൈ ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കേണ്ടതെന്ന് കരുതിയിട്ടായിരിക്കും
ആയിരിക്കും ഇത്രയും കാത്തിരുന്ന് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ് ഈ ഹർജി ആ കുടുംബം കോടതിയിൽ കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു മര്യാദ ഈ കുടുംബം പാർട്ടിയോട് കാണിച്ച ആ ഒരു മര്യാദ പോലും പാർട്ടി ഈ കൊലപാതകത്തിൽ മരണത്തിന് മുമ്പും അതിന് ശേഷവും അവരോട് കാണിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നിങ്ങളൊന്ന് അവസ്ഥ എടുത്ത് ആലോചിച്ച് നോക്കൂ. ഈ വിഷയത്തിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും പി ദിവ്യ എന്ന വ്യക്തി അറസ്റ്റ് ചെയ്യാതെ അവർ എത്രയോ ദിവസം ആബ്സ്കോണ്ടിങ് ആയിരുന്നു. ഞാൻ അന്നും പലവട്ടം മീഡിയ വൺ അടക്കമുള്ള ചാനൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവർ ആബ്സ്കോണ്ടിങ് ആയിരിക്കുന്ന ദിവസം ഈ പറഞ്ഞ 5-10 ദിവസം മാറിയിരിക്കുമ്പോൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള തെളിവുകൾ ഒരു തരത്തിൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർ വേറെ എവിടെ ആണെന്ന് പറയുന്നു. തെളിവുകളടക്കം പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അടക്കം ഒരുപക്ഷെ വിറ്റ്നസ് അടക്കമുള്ള ആളുകളെയൊക്കെ സപ്രസ് ചെയ്യാനുള്ള നടപടികളൊന്നും എടുത്തു കാണും. കാരണം പോലീസ് വളരെ ലഘുവായിട്ടാണ് ഈ കേസിനെ കണ്ടത്. ഈ പറഞ്ഞ ചോദ്യോത്തരം നടത്തിയ ആളുകളൊക്കെ SI ലെവൽ CI ലെവലുള്ള ഓഫീസറുകളാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പോലീസ് തന്നെ പറയുന്നതനുസരിച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ളൊരു കേസിൽ ഇത്തരത്തിൽ ചെറുതായിട്ടുള്ള ഓഫീസേഴ്സാണ് അന്വേഷിച്ചത്. അതിനുശേഷം കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ ഒരു കേസിൻ്റെ പല രീതിയിലും അസോസിയേറ്റഡാണ്. അതിലൊക്കെ എങ്ങനെയാണ് ഒരു ചെറിയ ലെവലിലുള്ള ഓഫീസേഴ്സ് മാത്രം അന്വേഷിക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ചോദിച്ചു. അതിനുശേഷം ദിവ്യ ജാമ്യം ലഭിച്ച് കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ അവരെ സഹായിക്കുവാനും ആ നിയമ പോരാട്ടം നടത്തുവാനും ഒക്കെ കൂടെ നിന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പോയില്ലെന്നേ ഉള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ആളുകളും ഇതിൽ പ്രതിസ്ഥാനത്തുള്ള പി ദിവ്യയെ സഹായിക്കാൻ നിന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിലെ ആ 16ാമത്തെ പേജ് നോക്കുകയാണെങ്കിൽ കൃത്യമായി പാർട്ടിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഹർജിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രശാന്തൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തെന്നല്ലോ പറയുന്നത്. ആ പരാതിയിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? അഴിമതി നടത്തി എന്ന് പറയുമ്പോൾ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയുന്ന ആ പരാതിയിൽ, വ്യാജ പരാതിയാണ് നമ്മൾ സംശയിക്കുന്ന പരാതിയിൽ എന്തെങ്കിലും നടപടിയെടുത്ത പരാതി വ്യാജമാണോ അല്ലയോ എന്നൊരു തീരുമാനം ഇതുവരെ സർക്കാർ എടുത്തിട്ടുണ്ട്. ആ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് കൊടുത്ത മെയിൽ ചെയ്ത ആ കേസിൻ്റെ അവസ്ഥ എന്താണ്? ഒന്ന്. അതേപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഞാൻ മനസ്സിലാക്കുന്നത് നവംബർ 1-ാം തീയതിയാണ് കളക്ടർ അടക്കമുള്ള ആളുകളെ സംസാരിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തത്. LRC കമ്മീഷണർ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണ്? അതിൻ്റെ അവസ്ഥ എന്താണ്? ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഇതൊന്നും പറയാതിരിക്കുമ്പോൾ അറിയാതിരിക്കുമ്പോൾ നമുക്ക് സംശയങ്ങളുണ്ട്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട പാനലിലുള്ള മേഖലയായിട്ടുള്ള ജോർജ് കുര്യൻ സാർ പറഞ്ഞതുപോലെ തന്നെ പല സംശയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ വിഷയം ലൈവ് വന്ന് തുടങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും പാർട്ടിയിലെയും സഹപ്രവർത്തകർ എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ പോസ്റ്റ്മോർട്ടം നീതിയുക്തമായിട്ട് നടത്തണം. ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും അതിനൊരു വൈരുദ്ധ്യം ഞാൻ പറയാം. സാധാരണ ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരേണ്ടത് കളക്ടറോ തഹസിൽദാരോ ADMO ഒക്കെയാണ്. അങ്ങനെ ഒരു ADMൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ആരുമില്ല. എന്തിനായിരുന്നു ആ ഒരു ധൃതി? ഒരുപക്ഷെ ഒരു ദിവസം ആ കുടുംബാംഗങ്ങൾ വരുന്നത് വരെ, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂർ എത്തുന്നത് വരെ, ഇവിടെ ഏത് മരണം നടന്നാലും ഏത് ആത്മഹത്യ നടന്നാലും കുടുംബാംഗങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുമല്ലോ. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉൾപ്പെടെ വന്ന് കുടുംബാംഗങ്ങൾ വന്ന് അവരവർ മൊഴി കൊടുത്തതിന് ശേഷമാണ് ഇൻക്വസ്റ്റ് നടത്തി FIR ഇടുന്നത്, ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയത്? ഇത് സംശയങ്ങളാണ്. ചിലപ്പം ശരിയായിരിക്കാം. പക്ഷേ ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനും സർക്കാരിനും ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുടുംബം സർക്കാരിനോട് ഈ ഒരു മനോവിഷമുള്ള സമയത്ത് കാണിക്കുന്ന മര്യാദ പോലും സർക്കാർ കാണിച്ചില്ല എന്നുള്ളതുകൊണ്ട് ആ കുടുംബത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംശയം ദൂരീകരിക്കേണ്ടത് സർക്കാരും പോലീസ് സംവിധാനമാണ്. അത് ദൂരീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അവർ കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ പക്ഷേ സർക്കാർ ചെയ്യുന്നില്ല എന്നാണ്. CR നീലകണ്ഠൻ, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ, ഇത് കൊലപാതകമാണെന്നുള്ള ചോദ്യം ഒരു വശത്ത് ഇപ്പോൾ പുതുതായി കുടുംബം ഉയർത്തുന്നുണ്ട്. അതിനപ്പുറം ഇതിന് പല മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഒന്ന്, ദിവ്യ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പൂർണ്ണമായും കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ ആ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ലഘുവായ എന്തെങ്കിലും ഒരു ശിക്ഷയിലൂടെ അതിനെ അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അവിടുത്തെ പരിശോധനയിൽ വല്ല ആത്മഹത്യാക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയാൽ നേരിട്ട് അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ചില തെളിവുകളായി മാറിയേക്കാം. അത് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്ന ഒന്ന്. രണ്ടാമത്തേത്, ഇത് പല അടരുകളുള്ള ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഇത് പെട്രോൾ പമ്പ്, അതുമായി ബന്ധപ്പെട്ട ധനസമ്പാദനം, വഴിവിട്ട ഇടപാടുകൾ, നിയമവിരുദ്ധമായ പോക്ക് തുടങ്ങി വലിയ തോതിലുള്ള തുറന്നാൽ വലിയ വഴികൾ തുറന്ന് കാണിക്കുന്ന ഒരു വലിയ സംഗതിയാണ്. അതുകൊണ്ട് അത് പലരിലേക്കും എത്തും, പല ഗോഡ്ഫാദർമാരിലേക്കും, പല പ്രമുഖ രാഷ്ട്രീയക്കാരിലേക്കും എത്തും. അതുകൊണ്ട് ഈ കേസിനെ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു CPM എന്ന ആക്ഷേപത്തിന് ബലം പകരുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഹർജി? നിശാന്ത്, ഇതിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ ഒപ്പമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. വാളയാർ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ സർക്കാർ ഒപ്പമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാല് പിടിപ്പിച്ചു. എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. ആ കേസിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം.
പ്രതികളെല്ലാം വെറുതെ വിട്ടു. വണ്ടിപ്പെരിയാർ കേസിൽ ഞാൻ 3 പെൺകുട്ടികളുടെ 6 വയസ്സായ പെൺകുട്ടി, 9 വയസ്സായ പെൺകുട്ടി, 13 വയസ്സായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് എഴുതി വെച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് IPS കൊടുക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഞാനിത് ഉദാഹരണം തുടക്കത്തിൽ പറഞ്ഞത് ഈ ഒപ്പമുണ്ട് എന്ന് പറയുന്നത് ആരുടെ ഒപ്പമുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അക്സറിനെ പോലെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. ഈ ഒപ്പമുണ്ട് എന്ന് വർത്തമാനം പറഞ്ഞ കേസുകളിലൊക്കെ ഇങ്ങനെ ഒപ്പം ഉണ്ടായത് ആരുടെ കൂടെയാണെന്ന് നമുക്കറിയാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ആത്മഹത്യ എന്ന് പറയുന്നത് ഇപ്പോൾ അക്സർ പറഞ്ഞപ്പോഴും ആത്മഹത്യ അല്ലാതെ ഒരു ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലില്ല. കാരണം അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല. ഇത് ആത്മഹത്യ അല്ല എന്ന് നേരത്തെ ജോർജ് ജോസഫ് അടക്കം ഞങ്ങളെപ്പോലെ പലരും അടക്കം ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും ഇല്ലാതെ ഒരു ADM ആത്മഹത്യ ചെയ്യില്ല എന്നും വീട്ടുകാരെ വിളിച്ചറിയിക്കാതിരിക്കില്ല എന്നും അരമണിക്കൂർ ഈ ഡ്രൈവർ എന്തിനാണ് ആ വീടിന് ചുറ്റും കറങ്ങിയത്, തുറന്നു കിടക്കുന്ന വാതിലിൽ സ്വന്തം ഡ്രൈവർക്ക് എന്തുകൊണ്ട് അകത്ത് പോയി നോക്കിക്കൂടാ, അരമണിക്കൂർ നിന്നേ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ആത്മഹത്യ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 20% പോലും ഇല്ല, ഒരു 80% ഹോമിസൈഡിനാണ് സാധ്യത എന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ. നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ എന്തിനാണ് അൺഡ്യൂ ഇതിന് കാണിച്ചത്, ഇതൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനൊന്നും ഇവർക്ക് ആർക്കും ഒരു മറുപടിയില്ല. ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് മുദ്രാവാക്യമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ കാര്യം? ഇനി ഇതിലേക്ക് വന്നാൽ ഇപ്പോൾ പ്രശാന്താണ് കള്ളപ്പരാതി കൊടുത്തത്. അക്സർ നേരത്തെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം മുമ്പ് ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ മരണത്തിലേക്ക് പോലും നയിച്ച ഒരു പരാതി കൊടുത്തു എന്ന് സ്വയം സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് വാദിക്കുന്ന ആ പ്രശാന്തനെ അറസ്റ്റ് ചെയ്ത് എന്താ ജയിലിടാത്തത്? ഈ പ്രശാന്തനെതിരെ എന്ത് കേസായി ഇപ്പോൾ ഉള്ളത്? എനിക്ക് മനസ്സിലായില്ല. പ്രശാന്തൻ പറഞ്ഞത് കേട്ടിട്ടാണ് ദിവ്യ പറഞ്ഞതെന്നാണ് കണ്ണൂരെ പാർട്ടിയുടെ വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ പ്രശാന്തനല്ലേ ഒന്നാം പ്രതി? പ്രശാന്തൻ എന്തുകൊണ്ട് ചോദിച്ചില്ല? നേരത്തെ പറഞ്ഞു കളക്ടർ അടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായ കാലുമാറ്റം, കളക്ടറുടെ ഗതിമാറ്റം ഇതുവരെ എന്തുകൊണ്ട് സംഭവിച്ചില്ല? എനിക്ക് ഏറ്റവും ചിരി വരുന്നൊരു കാര്യം, ദിവ്യയ്ക്ക് ശിക്ഷിച്ചു എന്ന്. എന്താ ശിക്ഷ എന്നറിയോ? ഒന്ന്, ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി അവരെ പാർട്ടി ഘടകത്തിൽ താഴേക്ക് കൊണ്ടുവന്നു. ഇതിന് മുമ്പൊരു കേസ് നിഷാന്തിനും എനിക്കൊക്കെ ഓർമ്മയുണ്ട്. വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഒരാളെ പാർട്ടി പുറത്താക്കി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കി. അദ്ദേഹം പാർട്ടിയിലില്ല എന്ന് നമ്മൾ കണ്ടു. പിന്നെ കാണുന്നത് ഒരു സമ്മേളനത്തിലും പങ്കെടുക്കാത്ത അദ്ദേഹത്തിനെ നേരെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്നതും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പവർഫുൾ ലീഡർ എന്ന പദവിയിൽ അദ്ദേഹം എത്തുന്നതുമാണ്. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. അദ്ദേഹം ഒരു ഒന്നിലധികം ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടാണ് അയാളെ താത്തിയത്. അയാൾക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ കേസായിട്ട് നമുക്കറിയില്ല. ഇനി വേണമെങ്കിൽ പറയാം പാർട്ടിക്കാരാണ് പരാതി കൊടുത്തില്ല. ഇവിടെ ഈ കുടുംബത്തിന് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഈ പാർട്ടിയെ വിശ്വസിച്ചു പോയി. അവർ വിശ്വസിച്ചു. ഇപ്പോൾ നേരത്തെ ശബരിനാഥ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരത് കൊടുക്കണ്ട എന്ന് പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ അവർ കൊടുക്കാതിരുന്ന. ഞാൻ ചോദിക്കട്ടെ, ഈ ഹർജി കഴിഞ്ഞ 10-ാം തീയതിയാണ് വന്നതെന്ന് നോക്കിയാൽ, നവംബർ 10-ാം തീയതിയാണ് ഈ ഹർജി വന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ? കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ചേലക്കര പോലും ജയിക്കുമോ? കാരണം കുടുംബത്തിന് വിശ്വാസമുണ്ട് എന്നാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അതും കൂടി കണക്കാക്കിയിട്ടാണ് കുടുംബം തീർച്ചയായും ഇത് വൈകിച്ചത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഞാനൊരു പാർട്ടി അനുഭാവിയായി ജീവിച്ച ആളാണ് കുറേ കാലം. അതുകൊണ്ട് ഒരു പാർട്ടി അനുഭാവിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും അവരിപ്പോൾ പറഞ്ഞ കാര്യം എന്താ? കൊലപാതകം. ഈ കൊലപാതകം ഈ നാട്ടിലെ ഒരുപാട് പേർ പറഞ്ഞു. അത് പ്രതിപക്ഷമാണെന്ന് പറയാം. ഇപ്പം മാധ്യമങ്ങളാണല്ലോ ഇവരുടെ ശത്രു. മാധ്യമങ്ങൾ പറഞ്ഞു. മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാക്കളും നിയമജ്ഞരും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് പറഞ്ഞതാണ്. എന്നിട്ടും അപ്പോൾ ഒന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ എല്ലാ സംശയവും മാറി. സത്യത്തിൽ ഉണ്ടായ സംഭവം അതാ. സംശയം മാറി. പാർട്ടി സംരക്ഷിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ദിവ്യ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ദിവ്യ അറസ്റ്റ് ചെയ്യുന്നൊന്നും അല്ലല്ലോ ചോദ്യം. ഒരു ആത്മഹത്യ, ഇപ്പോൾ ജോർജ് ജോസഫ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിച്ച ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഏതാണ്ട് 120B, പഴയ 120B പോലെ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇതിലെന്ത് തെളിവാണ് ഉള്ളത്? ഒരു ഉദാഹരണം, ഇദ്ദേഹം വണ്ടി കയറാൻ പോകുന്നു. വണ്ടി കയറാൻ പോയിട്ട് തിരിച്ചു പോരുന്ന ഒരു ഫോൺ കോൾ കിട്ടി. ആ ഫോൺ കോൾ ആരുടെ ആയിരുന്നു, എന്തിനായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചോ? ഇപ്പോൾ അതുണ്ടോ? അതെങ്ങനെ കേസ് അന്വേഷണം നടക്കുന്നുണ്ടോ? ആരാണ് അദ്ദേഹത്തെ ഫോൺ വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് ഫോൺ വിളിച്ചത്? എന്താണ് അദ്ദേഹത്തിന് വന്ന മെസ്സേജ്? ഇത് വളരെ കൃത്യമായ ഡിജിറ്റൽ തെളിവാണ്. എന്തിനാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്? അദ്ദേഹം വഴിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രി ഇങ്ങനെ പോകുമ്പോൾ എന്നാ നീ വേണ്ട തിരിച്ചു പോയേക്കാം എന്ന് വിചാരിച്ച് പോകുന്നതല്ലല്ലോ. ഒരു ഫോൺ വന്നിട്ടാണ് പോകുന്നതെന്ന് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫോൺ എന്തായിരുന്നു? ആ മെസ്സേജ് എന്തായിരുന്നു? അത് മാത്രം നോക്കിയാൽ ഈ പ്രതി അപ്പം പിടിക്കാം ആരാണ് ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചത്. ഇപ്പോൾ നേരത്തെ ചോദിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇരകൾക്ക് വിശ്വാസമുള്ള രീതിയിൽ പോകുക എന്നുള്ളതാണ്. അതൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ CBI അന്വേഷണത്തിന് വിട്ടാലും ഞാൻ പറയുന്നു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ്മോർട്ടത്തിൻ്റെയോ ഇൻക്വസ്റ്റിൻ്റെയോ
തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിച്ചിട്ടുണ്ടാവുന്ന ആശങ്ക ഒരു വശത്ത്, ഇനി ഇരകൾക്ക് വിശ്വാസമില്ല എന്നുള്ള മൗലികമായ പ്രശ്നം അവിടെ ഉണ്ട്. അല്ല ശ്രീ ഹസ്കർ, അതൊരു പ്രധാന കാര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ ഹർജി കൊടുക്കാൻ അവർ കാത്തിരുന്നത് ഈ പരാതി രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടരുത്, അല്ലെങ്കിൽ അത് ലെഫ്റ്റിനൊരു രാഷ്ട്രീയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുകൂടി വിചാരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തെയോ അതിൻ്റെ സർക്കാരിനെയോ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരല്ല അവർ. അപ്പോൾ അവർ ജെനുവിനാണ്. ആ ജെനുവിനായ സമീപനമുള്ളവരോട് തിരിച്ചു ജെനുവിനായ സമീപനം എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടോ? അതിൽ തന്നെ തുടക്കത്തിൽ അസാധാരണമായി ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ അവിടെ നിന്ന് എന്തൊക്കെ സംഗതികൾ കണ്ടെടുത്തു എന്ന കാര്യത്തിൽ 2-3 പേർക്കല്ലാതെ വേറെ ആർക്കും ഒന്നും അറിയില്ല എന്ന പ്രശ്നം അവിടെ കിടക്കുകയാണ്. എന്ന് മാത്രമല്ല, അവർ പറയുന്നത് ഈ അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു അപ്ഡേറ്റും ഇല്ല എന്നാണ്. ഇലക്ഷൻ കാലത്ത് എല്ലാവരും, മന്ത്രി കെ രാജനും മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും എല്ലാവരും ഉറക്കെ സംസാരിച്ചു. ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല, ടോട്ടലി ഡൗൺ പ്ലേ ചെയ്യുകയാണ്. ഇതൊരു പ്രശ്നമാണല്ലോ. എന്ന് വെച്ചാൽ CPM ചിലതിനെയൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്നല്ലേ ശ്രീ ഹസ്കർ മനസ്സിലാക്കേണ്ടത്? അല്ല നിഷാദ്, ഇതിൽ സ്വാഭാവികമായും കുടുംബവും ശ്രീമതി മഞ്ജുഷയും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഹർജി സംസ്ഥാന സർക്കാർ എതിർക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരാഗ്രഹിക്കുന്നത് പോലെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് തന്നെയായിരിക്കും ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന നിലപാടും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. മറിച്ച് ഇപ്പോൾ ഇതിലെ നാൾവഴികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. ഈ കേസിൻ്റെ നാൾവഴികളിൽ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യപ്പെട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ആ ക്രൈം സീനിൽ വെച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇത്ര ദൂരത്തായിരുന്നതുകൊണ്ട് അവരെത്തുന്നതുവരെ ആ ബോഡിയെ അങ്ങനെ ഹാങ് ചെയ്ത് നിർത്തുന്നത് ആ മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് കൂടിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ കൂടിയും നിയമപരമായ ബോധ്യത്തിൻ്റെ കൂടിയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഇൻക്വസ്റ്റ് വേഗത്തിൽ തയ്യാറാക്കുന്നത്. ഇൻക്വസ്റ്റ് ബന്ധുക്കൾ മാത്രം നിന്നു തയ്യാറാക്കണമെന്നൊന്നും നിയമത്തിൽ പറയുന്നില്ല. അടുത്ത പരിചയക്കാർ മതി. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളെ പോലെ കരുതിയിരുന്നതും പെരുമാറിയിരുന്നതുമായ ആ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആ ഇൻക്വസ്റ്റിൽ സാക്ഷിയായിട്ടുള്ളത്. അപ്പോൾ അതിലും ആ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി അടുത്ത രണ്ടാമത്തെ സംശയം വരുന്നത് ഇതൊരു ഹോമിസൈഡാണോ സൂയിസൈഡാണോ എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ യുക്തിക്ക് മുകളിൽ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാനാവില്ല. കാര്യം പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ഒരു മരണത്തെ സംബന്ധിച്ചിടത്തോളം അത് സൂയിസൈഡാണോ ഹോമിസൈഡാണോ എന്നുള്ള വസ്തുതകളിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ മറ്റൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഇഞ്ചുറീസും കണ്ടിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അപകടകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ടില്ല എന്നുള്ളതും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിലൂടെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു സൂയിസൈഡാണ് അന്ന് പഴയ 174 അനുസരിച്ചിട്ട് കേസെടുത്തിട്ടുള്ളതും ആ ദുരൂഹ മരണത്തിന് എടുത്തിട്ടുള്ള കേസ് കൺവെർട്ട് ചെയ്ത് അത് ആത്മഹത്യാ പ്രേരണയെ 108 BNS പ്രകാരം ഒരു കേസായി രൂപാന്തരപ്പെടുന്നത് എന്നുള്ള സാമാന്യ നീതി നമുക്ക് സംശയിക്കാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി എന്തും പറയാം. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള നിഗമനത്തെ നിഷേധിക്കാനോ അതിനെ നിരാകരിക്കാനോ നമുക്ക് കഴിയില്ല. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ആർക്കും അറിയില്ല, ഇല്ല എന്ന് പോലീസ് പറയുന്നു. അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പുണ്ടോ, അതല്ല ആത്മഹത്യാക്കുറിപ്പ് ഇല്ലയോ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാനമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ. നമ്മളെല്ലാം ജീവിക്കുന്നത് AI-യുടെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ്. നമ്മൾ ഇങ്ങനെ പഴയ കാലത്ത് 50 കൊല്ലത്തിലേക്ക് പിന്നോട്ടടിച്ചുകൊണ്ട് കാര്യം പറയരുത്. കാര്യം ആരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതും എന്തിനു വിളിച്ചു എന്നുള്ളതും പോലീസിന് ഇപ്പോൾ നിഗമനത്തിലെത്തിയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസാനമായി വന്ന കോൾ ആരുടേതായിരുന്നുവെന്നും അവരുമായി സംസാരിക്കുന്നതിനൊന്നും ഇന്നത്തെ കാലത്ത് കേരള പോലീസിന് അങ്ങനെ നിങ്ങൾ വില കുറിച്ച് കാണേണ്ട കാര്യമില്ല. പോലീസ് അവരുമായി സംസാരിച്ചിട്ടുണ്ടാവും, അവരുടെ വിവരങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ
കേസ് ഡയറിയിൽ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കിപ്പോൾ സൂപ്പർവൈസറി അധികാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വിവരങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുക അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബാധ്യതയല്ല, ഉത്തരവാദിത്തമല്ല. ശരി, അതാണ് ഞാനൊന്ന് പറയാം. ശബരിനാഥൻ, നമ്മള് കണ്ണൂരിലെ ഒരു നേതാവ് ഇങ്ങനെ ഒരു കെണിയിൽ പെടുന്ന സമയത്ത് പൊതുവെ ആ പാർട്ടി സ്വീകരിക്കാൻ സാധ്യതയുള്ള സംഗതി അല്ലല്ലോ അവർ എടുത്തതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ശരിയാണ്, അവിടെ ദിവ്യയുടെ വീടിന് ഡിവൈഎഫ്ഐക്കാർ സംരക്ഷണം ഏർപ്പെടുത്തുന്നു, ഈ ADM കൈക്കൂലിക്കാരനാണ് എന്ന പ്രചാരണം നടത്തുന്നു, അതിൻ്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ടോ ഒരു പരാതിയുടെ പകർപ്പ് ഒരു PDF ഒക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവേ CPIM സർക്കാർ ദിവ്യക്കെതിരായി നിലകൊള്ളുകയും അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്യുന്നു, അവരെ തള്ളിപ്പറയുന്നു എന്ന് മാത്രവുമല്ല അവർക്കെതിരെ കർക്കശമായ അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർക്കണം. പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാവാതിരിക്കാൻ, ഒരു ദുഷിപ്പുണ്ടാവാതിരിക്കാൻ പരമാവധി ജാഗ്രതയിലേക്ക് അവർ പോയി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി സമീപകാലത്ത് വേറെ ബൈ ഇലക്ഷൻസ് ഒന്നും വരാനുമില്ല. CPM പഴയതുപോലെ ഈ സമ്മർദ്ദത്തിന് വഴിപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, അത് വെളിയിൽ ആളുകളെ കാണിക്കാൻ ചെയ്ത ചെറിയ മിനുക്കുപണികളല്ലാതെ ബാക്കിയെല്ലാം പാർട്ടിയുടെ ഏതൊരാൾക്ക് കിട്ടുന്ന അതേ പ്രൊട്ടക്ഷനേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ പി ദേവിക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി കേസ് വാദിച്ച വക്കീൽ ആരാന്നുള്ളത് ഇവിടെ രാഷ്ട്രീയം പറയുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. വളരെ മിടുക്കനായിട്ടുള്ള ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹമാണ്. ഈ കേസ് CPM എന്ന പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്പർ 1 പാർട്ടി അനുകൂലിയായിട്ടുള്ള വക്കീലിനെ തന്നെ അദ്ദേഹവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ള അങ്ങനെ ഒരാൾക്ക് തന്നെ ആ ഒരു കേസിൻ്റെ അവർ പാർട്ടി കൊടുത്തു. എന്നുമാത്രമല്ല, ഇവർക്ക് ഈ പറഞ്ഞ DYFI ആണ് ഈ വിഷയം നടന്ന ദിവസം മുതൽക്ക് DYFI ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുമാണ് വീടിന് സുരക്ഷ നൽകുന്നത്. പാർട്ടിയുടെ അനുമതിയോടെ പാർട്ടിയുടെ അറിവോടുകൂടി തന്നെയാണ് ഒരുപക്ഷെ കണ്ണൂരിൽ മറ്റെവിടെയെങ്കിലും അവർ പോയി താമസിച്ചിട്ടുള്ളത്. അതിനുശേഷം പാർട്ടി പറഞ്ഞതിന് ശേഷമാണ് കൃത്യമായിട്ട് അവർ പറഞ്ഞു വന്ന് പോലീസ് ചില സിനിമയിലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് ചില പഴയ മലയാള സിനിമയിൽ പോലീസ് ഒന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ വന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു. അത് കഴിഞ്ഞ് ഒരു 5-6 ദിവസത്തേക്ക് അവർ ജയിലിൽ പോകുന്നു. ആ ജയിലിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും 2 സമയത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പാർട്ടിയുടെയും മഹിളാ കമ്മിറ്റിയുടെയും ഒക്കെ ഏറ്റവും മുതിർന്ന നേതാക്കൾ അവിടെയുണ്ട്. ഇപ്പോഴും ആസ് വി സ്പീക്ക് പാർട്ടിയുടെ സംരക്ഷണയിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. അവരെ അതിന് താഴെ കമ്മിറ്റിയിലേക്ക് ഡിമോട്ട് ചെയ്തതും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറ്റി ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കി നിലനിർത്തുന്നതും ഒക്കെ ഒരു വലിയ പോസ്റ്റില്ലേ. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്നത് തന്നെ വലിയൊരു പോസ്റ്റ് തന്നെ. എന്താ സംശയം? അവർ കമ്മിറ്റിക്ക് പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതിനുള്ള എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും പവറും റൈറ്റ്സും അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പാർട്ടി അവരെ കൂടുതൽ സംരക്ഷിക്കുന്നുണ്ട്. അതിന് സംരക്ഷിക്കുന്നു പറയാനുള്ള കൂടുതൽ കാരണമാണ് ഈ പ്രശാന്തൻ എവിടെ, പ്രശാന്തിൻ്റെ കേസ് എന്തായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതിയുടെ അവസ്ഥ എന്താണ്, ലാൻഡ് റവന്യൂ കമ്മീഷൻ്റെ അവസ്ഥ എന്താണ്, കളക്ടറുടെ അവസ്ഥ എന്താണ്. കളക്ടർ ഈ വിഷയത്തിലുള്ള നടപടികളെക്കുറിച്ച് പല ആളുകളും പൊതുസമൂഹത്തിൽ പല അഭിപ്രായങ്ങളും പറയുന്നു. അത് അന്വേഷണം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട SIO CA ആണോ കളക്ടറുമായിട്ട് അന്വേഷണം നടത്തുന്നത്? അപ്പോൾ ഇതൊക്കെ നോക്കുമ്പം അഗ്രീവ്ഡ് പാർട്ടിയായിട്ടുള്ള ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വ്യാകുലത കറക്റ്റാണ്. കാരണം നാളെ കളക്ടർ അടക്കമുള്ള ആളുകൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയൊക്കെ അന്വേഷണം ചെയ്യുകയാണെങ്കിൽ ഹയർ ബോഡി വരണം. ആ ഹയർ ബോഡി ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിൽക്കുന്നത് CBI ആണെന്ന് ആ കുടുംബത്തിന് തോന്നുകയാണെങ്കിൽ ആ തരത്തിലേക്ക് അവർ കൊടുക്കുന്നത് പൂർണ്ണമായും കേരള ഗവൺമെൻറ്റിന് വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ മറ്റൊന്നും പറയാതെ, ക്രൈംബ്രാഞ്ച് പറയാതെയോ അല്ലെങ്കിൽ അവർ കാണുകയില്ലേ സജി ചെറിയാൻ്റെ കേസ്, ആ നാട്ടിലെ തന്നെ സജി ചെറിയാൻ്റെ കേസ് തേച്ച് മസാല നോക്കുന്നത് കാണുന്നില്ല. എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ ഇവിടെ വിജിലൻസ്, ഇവിടെ ശ്രീ TU മോഹനൻ കണ്ണൂർ നമ്മുടെ മേയർ ഒരു പരാതി കൊടുത്തു ഈ പ്രശാന്തിനെതിരെ. വിജിലൻസിൻ്റെ ഫോൺ വിളിയിൽ പോലും വിജിലൻസ് അന്വേഷണം നടത്തുന്ന, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന ഈ സർക്കാർ എന്തുകൊണ്ടൊരു മേയർ പരാതി കൊടുത്തിട്ട് പ്രശാന്തിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടത്തുന്നില്ല? അതേ പൊതുപ്രവർത്തകനാണ്. കോളേജ് എന്ന് പറയുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥാപനമാണ്. ആ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറു വിരലനക്കിയോ സർക്കാർ? അപ്പോൾ സർക്കാർ ഈ പറഞ്ഞ പ്രതികളോടൊപ്പം തന്നെയാണ്, ഒരു സംശയവുമില്ല. അവർ ഈ പറയുന്നൊരു വിൻഡോ ഡ്രസ്സിങ് നടത്തുന്നതല്ലാതെ ഇനിയും പോകുമ്പോൾ അവർ എല്ലാ തരത്തിലുള്ള സഹായം എടുത്തുകൊണ്ട് ദിവ്യോടും കൂട്ടോടൊപ്പമാണ്. പക്ഷെ നിയമം നിലനിൽക്കണം, നീതി നിലനിൽക്കണം. ആ കുടുംബത്തിന് ഈ കേസിലെ സർക്കാരിന്റെ ആത്മാർത്ഥത പ്രഖ്യാപനം വീണ്ടും സംശയത്തിന് നിഴലാകുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുകയാണ് പ്രതിപക്ഷം പോലും. ജോർജ് ജോസഫ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി ഈ കേസിൽ ശരിയാവണ്ണമുള്ള അന്വേഷണം നടക്കുന്നില്ല, കേന്ദ്ര ഏജൻസി വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് കുടുംബം. പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ശരിയാവണ്ണമുള്ള അന്വേഷണം നടന്നിട്ടില്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് സംശയിക്കാനുള്ളതെല്ലാം ഈ കേസിലുണ്ടെന്നാണോ താങ്കൾ പറയുക? അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഹൈക്കോടതി അത് CBIക്ക് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ പല ഏരിയയിലും ഇതുവരെ അന്വേഷണം ചെന്നിട്ടില്ല, അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ
അക്സർ പറഞ്ഞ പോലെ ആ ബോഡി തൂങ്ങി നിൽക്കുന്ന സമയത്ത് അവർ വരുന്നിടം വരെ അതങ്ങനെ തൂക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് ആ ബോഡി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് മോർച്ചറി വെക്കാമല്ലോ, ആ വീട്ടുകാരെ ഒന്ന് കാണിക്കാമായിരുന്നല്ലോ. ആ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അത് ചെയ്തില്ല. അവിടെ എന്തായിരുന്നു തടസ്സമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ കേസിനകത്ത് ഇനി ആ ദിവ്യ പ്രസംഗിച്ച സമയത്ത് അദ്ദേഹത്തിന് പറഞ്ഞ അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്നുള്ള ധ്വനി പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ആത്മഹത്യയിലോട്ട് പോയോ? കാരണം ഇതിനകത്തൊരു 120B ഇല്ലേ, ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ. ഇതുവരെ അതിട്ടെങ്കിൽ മാത്രമേ ആ കേസ് നിൽക്കുകയുള്ളൂ. പ്രശാന്തനെ അതുപോലെ കളക്ടറെയും അല്ലെങ്കിൽ ആ ഗംഗാധരനെ അവരെ 3 പേരെ എന്തുകൊണ്ട് ഈ ഗൂഢാലോചനയെ അവർ പ്രതിയാക്കിയില്ല? അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ചു തള്ളിയ മഹാനാണ് കളക്ടർ. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളും ഭാര്യ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞപ്പം ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെക്കണത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എല്ലാ കാര്യത്തിനും ഏത് കംപ്ലയിൻറ്റ് കിട്ടിയാലും ഏത് പരാതി അന്നേരം തന്നെ അക്നോളജ് ചെയ്യുന്ന മനുഷ്യനാണ് ഓൺലൈനിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. വീട്ടിലെ ഭാര്യയും മക്കളും പറയുന്നു, വീട്ടിൽ വന്നാലും എന്തെങ്കിലും പേപ്പർ വന്നാൽ അപ്പം തന്നെ അതിന് മറുപടി കൊടുക്കുന്ന മനുഷ്യനാണ്. കൈക്കൂലി വാങ്ങാത്ത ക്ലീൻ ഇമേജുള്ള മനുഷ്യനാണ്. അപ്പോൾ ആരാണ് ഇതിനകത്ത് കിടന്ന് കളിച്ചത്? അദ്ദേഹത്തിനെ കൈക്കൂലിക്കാരനാക്കേണ്ട ആവശ്യം ആർക്കായിരുന്നു? അതിനകത്ത് ദിവ്യയുടെ ഒപ്പം ഇവർക്ക് 3 പേരും പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ആഫീസിൽ കളവായിട്ട് ഒരു ഡേറ്റ് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പം പരാതി കൊടുത്തത്. അത് വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും 120Bക്കകത്ത് കളക്ടറും പ്രശാന്തും മറ്റേയാളും വന്നേ പറ്റുള്ളൂ. ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതൊരു മർഡർ കേസിലോട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതിയാകേണ്ടി വരും. ഒരു പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത്. കാരണം ഒരു തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നവീൻ ബാബുവിൻ്റെ ഭാര്യ അവിടുത്തെ കോടതിയിൽ കണ്ണൂർ കോടതിയിലെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഈ എവിഡൻസ് മുഴുവൻ പ്രിസർവ് ചെയ്യണമെന്ന്. ഇവരുടെ കോൾ ഡീറ്റെയിൽസും CCTV ദൃശ്യങ്ങളെല്ലാം പ്രിസർവ്, അത് നശിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഏതായാലും അവർ വളരെ ലേറ്റായിപ്പോയി എങ്കിലും ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടർമാർ ആ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പാടില്ല എന്ന് ഇവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മാറ്റി ഒരു വേറൊരു മെഡിക്കൽ കോളേജ് ചെയ്തുകൂടായിരുന്നോ? കാരണം ആ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ജീവനക്കാരനാണ് അവിടുത്തെ ഇലക്ട്രീഷ്യൻ. അയാൾ പാർട്ടിയുടെ ഒരു വക്താവാണ്. പാർട്ടിയുടെ വേറെ വലിയ ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള കാര്യത്തിന് നീക്കിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാധീനപ്പെടുത്താനുള്ള മേഖലയിലൊക്കെ സ്വാധീനപ്പെടുത്തിയെന്ന് ആക്ഷേപം വരാതിരിക്കാൻ അതൊക്കെ അന്നേരം തന്നെ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം അക്സർ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ ഇത് CBIക്ക് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞാൽ മഹാമനസ്കത കാണിക്കുന്നത് നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യണമായിരുന്നല്ലോ. അന്വേഷണ കാര്യത്തിൽ അത് വേണമല്ലോ. ആ CA മാറ്റിയിട്ട് ഒരു DYSP ഒരു SP അന്വേഷിക്കാത്തത്? കാരണം ഇതിനകത്ത് പ്രതിയാകാൻ പോകുന്ന ആൾ ജില്ലാ നിലവാരത്തിലുള്ള ജില്ലയുടെ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു ദിവ്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കൂട്ടിയാൽ തന്നെ പിന്നെ കളക്ടർ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. അപ്പോൾ ഒരു സീനിയർ DYSPയോ ഒരു SPയോ അന്വേഷിക്കണം. എന്തുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന നിമിഷം വരെ ആ CAയുടെ തലയെ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആരോപണം തന്നെ സർക്കാരിന് അല്ലെങ്കിൽ അവിടുത്തെ DGPക്കോ ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ വരുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ? ഇതിനകത്ത് ഇതുവരെ കളക്ട് ചെയ്യാത്ത എവിഡൻസ് മുഴുവൻ കളക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ആർക്കാണ് ഇതിന്റെ താല്പര്യം? അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ തന്നെ കോടതിയിൽ നടക്കാത്ത കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ഒരുപക്ഷെ ഒരു കേന്ദ്ര അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്രിയാത്മകമായ ഇടപെടൽ കോടതി നടത്തിയേക്കുമെന്ന് വിചാരിക്കാം വേണമെങ്കിൽ. പിന്നെ കോടതിയുടെ കാര്യമാണ്. അല്ല, BN ഹസ്കർ, ഇതിലെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാം പ്രോപ്പറാണ്, എല്ലാം നീതിയുക്തമാണ്, സുതാര്യമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രശാന്തനുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് ഡെവലപ്പ് ചെയ്യാത്തത് എന്തേ എന്നെല്ലാവരും ചോദിക്കുന്നു. പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആൾ, അയാൾക്കെതിരെയുള്ള കേസ് എവിടെ, അയാൾക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ എവിടെ, നടപടി എവിടെ, അറസ്റ്റ് എവിടെ എന്ന ചോദ്യം അവിടെ കിടക്കുകയാണ്. പിന്നെ ആ കത്തായിരുന്നല്ലോ പ്രചരിക്കപ്പെട്ട ഒന്ന്. ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ്, വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. പക്ഷേ ആ കത്തൊരു തെളിവായിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ആര്? ഈ പറയുന്ന PP ദിവ്യ. അപ്പോൾ ആരാണ് ആ കത്തുണ്ടാക്കിയത്? ഇദ്ദേഹത്തെ അപമാനിക്കാൻ,
കേസ് വഴിതിരിച്ചു വിടാൻ ഗൂഢാലോചന നടത്തിയ ആരാണ്? ഇവരിലേക്കൊക്കെ പോയോ അന്വേഷണം? ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം, അതിന്മേൽ ശിക്ഷ എന്താകും നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അത് എവിടെ എത്താൻ പോകുന്ന ഒന്നല്ല. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിൽ ആളുകളെ ശിക്ഷിക്കുക പതിവില്ല എന്ന് നമുക്കറിയാം. അത് എത്താൻ പാടാണ് അതിലേക്ക്. പക്ഷെ അന്വേഷിക്കേണ്ട കോർ ഏരിയാസ് അന്വേഷിക്കാതിരിക്കുക, ഒരു പുകമറയ്ക്ക് വേണ്ടി ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല എന്ന് വിചാരിക്കുന്ന ഒരു വഴിയെ സഞ്ചരിക്കുക. സത്യത്തിൽ ഇത് മൊത്തത്തിലുള്ള ഒരു തിരിക്കലല്ലേ നടന്നിട്ടുള്ളത് ഇതിനകത്ത് ശ്രീ ഹസ്കർ? നിഷാദ്, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യ നടത്തിയിട്ടുള്ള ആ പ്രസംഗവും വാക്കുകൊണ്ട് അധിക്ഷേപിച്ചതും ആ വാക്കുകളെ സംബന്ധിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടതൊരു ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. ഒരു പ്രാദേശിക ലേഖകൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡിജിറ്റൽ എവിഡൻസുകൾ പോലീസിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യയുടേതടക്കം ശ്രീ നവീൻ ബാബുവിൻ്റെ അടക്കം ടെലിഫോണുകൾ, മൊബൈൽ ഫോണുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൻ്റെ കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സും ഫോറൻസിക് ലാബ് റിപ്പോർട്ടുകളും ഇപ്പോൾ പോലീസിൻ്റെ മുൻപിലുണ്ട്. അതെല്ലാം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഇതാണ്. രണ്ട്, ഇനിയിപ്പോൾ ഏറ്റവും പരമപ്രധാനമായി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യാജ കത്ത്, ഒരുപക്ഷെ പ്രശാന്ത് ഇപ്പോൾ അത് തൻ്റെ ഒപ്പാണെന്നും താൻ നൽകിയ പരാതിയാണെന്ന് അംഗീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതവിടെ നിൽക്കട്ടെ. അത് ഏതെങ്കിലും തരത്തിൽ മരണത്തിന് ശേഷമാണ് ആ കത്ത് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ആ കത്തുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരകമായി എന്ന നിലയിൽ അത് ഒരു തരത്തിലും പരിഗണിക്കാനാവില്ല. രണ്ട്, ദിവ്യയെ സംബന്ധിച്ച് ഒരു കുറ്റാരോപിതയെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെയുള്ള തെളിവുകൾ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് കുറ്റാരോപിതയുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമല്ല, അത് അന്വേഷണ ഏജൻസി കണ്ടെത്തി കോടതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രശാന്തിനെതിരെ എന്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണയിൽ ക്രിമിനൽ കോൺസ്പിറസിയിൽ അദ്ദേഹം ഹാൻഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പരമപ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട്. ഇവിടെ പ്രശാന്തൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് ശ്രീ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന ധ്വനിയിൽ വർത്തമാനം പറയുക എന്നുള്ളതും അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള പെരുമാറ്റത്തെ അല്ലെങ്കിൽ പ്രവർത്തനത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു കുറ്റാരോപിതയുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ് ദിവ്യ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ പ്രശാന്തൻ എന്തുകൊണ്ട് ഈ കേസിലേക്ക് വരുന്നില്ല എന്നുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പ്രശാന്തന് നേരിട്ട് പങ്കുള്ളതായി ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളുടെ പരിശോധനയിൽ നിന്ന് നമുക്ക് അവൈലബിൾ റെക്കോർഡ്സുകൾ ഒന്നും എൻ്റെ മുന്നിലില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ പ്രശാന്തനെ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലെ കൂട്ടുപ്രതിയായി വെച്ചു കഴിഞ്ഞാൽ ആ കേസ് ദുർബലമാവും എന്നുള്ളതാണ് നിയമപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായം. രണ്ട്, ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണോ ശരിക്കും നടക്കുന്നത്? എന്താണ് പ്രിലിമിനറി എൻക്വയറി നടത്തുന്നുണ്ട്. ചോദിക്കുന്നത് അതല്ല, ഇതിനകത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ലല്ലോ, സത്യത്തിൽ ഇതിനകത്തെ സാമ്പത്തിക താല്പര്യങ്ങൾ എന്താണ്? വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണമായത് എന്താണ്? ദിവ്യയുടെ താല്പര്യങ്ങൾ എന്താണ്? അന്വേഷിച്ചു പോയാൽ വേറെയും ഒരുപാട് ഡോർസ് ഓപ്പൺ ആവുമല്ലോ. അവിടേക്ക് പാർട്ടി അന്വേഷിക്കുന്നുണ്ടോ, സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ, പോലീസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. കേവലമായ ആത്മഹത്യാ പ്രേരണയിൽ നിന്നാൽ ഈ കേസ് എവിടെ എത്തില്ല. താങ്കൾക്കറിയാലോ, അഭിഭാഷകൻ കൂടിയാണ്. അല്ല നിഷാദ്, ഇതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ, പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബിനാമി ഇടപാടുകളുണ്ടോ? ഇതൊന്നും പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന പരിമിതമായ മേഖലകൾ മാത്രമാണ്. പോലീസിന് ആ മേഖലയിലേക്ക് അന്വേഷിക്കാൻ ഇപ്പോൾ നിലവിലുള്ള 108 FIR പ്രകാരം ആ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഇതൊന്നും ഉൾപ്പെടുത്താനാവില്ല. അങ്ങനെ ഉൾപ്പെടുത്തി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അതിൻ്റെ പിന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിലെ തെളിവുകൾ കൂടി സമാഹരിച്ച് കോടതി മുമ്പാകെ ഹാജരാക്കിയാൽ ആ കുറ്റാരോപിതൻ വളരെ എളുപ്പത്തിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നിലവിൽ 108 BNS പ്രകാരമുള്ള ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിനാവശ്യമായിട്ടുള്ള ആ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള സഡൻ ആൻഡ് ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ ഏതെങ്കിലും തരത്തിൽ ദിവ്യ നടത്തിയിട്ടുള്ള പ്രസംഗത്തെ തുടർന്നാണോ? അതല്ല, ഇനി മറ്റേതെങ്കിലും സാഹചര്യമുണ്ടോ? അതും പോലീസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടല്ലോ. ദിവ്യ പറയുന്നത് പോലെ താൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പറഞ്ഞുപോയ വാക്കുകൾ കൊണ്ട് മാത്രമാണ് എങ്കിൽ ആ ദിവ്യയ്ക്കും ദിവ്യയുടേതായ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ആ അവകാശം പറയുന്നത് അവരാഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ആ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതും പോലീസിന്റെ കൂടി അന്വേഷണത്തിലേ തെളിയുകയുള്ളൂ. ഇപ്പോ നമുക്ക് മുന്നിൽ പോലീസിന്റെയും സർക്കാരിന്റെയും ആ കാര്യത്തിലുള്ള വാദം ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഇതിനകത്ത്
പരമാവധിയിലാണ് ആ കുടുംബത്തിന് ഒപ്പം നിൽക്കുന്ന നിലപാട് CPIM സ്വീകരിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അന്വേഷണം നടക്കുന്നു. PP ദിവ്യ ഒളിവിൽ ചില സഹായങ്ങൾ കിട്ടി, നിശ്ചയമായും കിട്ടി. പക്ഷെ അവരെ ജയിലിൽ പോകുന്ന നിലയുണ്ടായി. അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയ ഇടിവുണ്ടാവുന്നത് നമ്മൾ കണ്ടു. അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. അന്വേഷണത്തിൽ ഒരു നിലയ്ക്കും അവരെ സംരക്ഷിക്കില്ല എന്ന നിലപാട് പാർട്ടിയും സർക്കാരും സ്വീകരിച്ചു. അപ്പോൾ ഇനിയൊരു CBI എൻക്വയറി ആവശ്യം വന്നാൽ അതിനകത്ത് CPM ഉടക്കി നിൽക്കുമെന്നതൊരു മുൻവിധിയാണോ, അതോ CPM ഇതിനകത്ത് തുറന്ന സമീപനം സ്വീകരിച്ചേക്കുമോ? അല്ല, എനിക്ക് ഹക്സർ പറഞ്ഞു കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞതിൽ വൈരുദ്ധ്യം തന്നെ എത്ര ക്ലിയറാണ്. പ്രശാന്തിൻ്റെ കത്ത് വിശ്വസിച്ച് ദിവ്യ ചെയ്തു എന്ന് അദ്ദേഹം കരുതുന്നുവെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ പാർട്ടിക്കാർ പ്രചരിപ്പിക്കുന്നത്. പാർട്ടി പ്രചരിപ്പിക്കുന്നത് ദിവ്യ ഒരു പാവം, അഴിമതിക്കെതിരായി പോരാടുന്ന പോരാളി. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ അറിയിപ്പിൽ ദിവ്യ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പോരാളിയാണ്. DYFIയുടെ നേതാക്കളുടെ ഇതുവരെയുള്ള കുറിപ്പും ദിവ്യ അഴിമതിക്കെതിരെ നേരിടുന്ന പോരാളിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഓടി വന്നാൽ ദിവ്യ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അവരങ്ങനെ പറഞ്ഞു പോയി, അതുകൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ദിവ്യയ്ക്കും രക്ഷപ്പെടാം, പ്രശാന്തിനും രക്ഷപ്പെടാം, നഷ്ടപ്പെടുന്നത് കുടുംബത്തിന് മാത്രമാണ്. ഇത് പിന്നെ പോലീസ് എങ്ങനെ അന്വേഷിക്കുക? പോലീസ് അന്വേഷണത്തിൽ തട്ടിപ്പൊക്കെ അറിയാത്ത ആളാണോ ഹക്സർ? ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ സ്വാധീനമുണ്ടെങ്കിൽ പോലീസ് ഏത് ഫോറൻസിക് സർജനും അത് മാറ്റും. ഏത് ഫോറൻസിക് സർജനെ കൊണ്ടും എന്തും എഴുതിക്കാം. ഒരു CI കളക്ടറെ ചോദ്യം ചെയ്ത ഒരു സാമൂഹ്യ ബക്കറ്റിൻ്റെ നാടകത്തിലാണ് നമ്മൾ നിൽക്കുന്ന, ഒരു അസംബന്ധ നാടകത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ CBI അന്വേഷണത്തിന് പാർട്ടി സമ്മതിക്കുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ്, പാർട്ടി എന്ന് പറഞ്ഞാൽ കോട്ട് ആൻഡ് കോട്ട് ഗവൺമെൻറ് സമ്മതിക്കുമോ എന്ന ചോദ്യമുണ്ട്. അത് കേസിൻ്റെ മെറിറ്റിൽ പോലെ ഇരിക്കും. കാരണം വേറെ ഒരു വഴിയുമില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയാൽ, ഇപ്പോൾ ഹൈക്കോടതി ആദ്യം ചെയ്യുക, എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ ഇതുപോലെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഫയലാക്കി ക്ലോസ്ഡ് കവറിൽ തരാൻ പറയും. ആ ക്ലോസ്ഡ് കവറിൽ അത് പരിശോധിക്കും. അതുപോലെയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ താല്പര്യമുണ്ടോ? അതിന് എന്ത് മറുപടിയാണ് കുടുംബം കൊടുക്കാൻ പോകുന്നത്? അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളാണ് കൊടുക്കുന്നത്? ഒരു സംശയവും വേണ്ട. കേരള പോലീസ് ഇത് അന്വേഷിച്ചാൽ, എനിക്ക് CBIയും വലിയ വിശ്വാസമുള്ള ആളൊന്നും അല്ല കേട്ടോ. CBIയും വേറൊരു തരത്തിലുള്ള അലവലാതി പോലീസാണ്. ഞാനിത് പറഞ്ഞാൽ എനിക്കിതിരെ കേസെടുത്താലും കുഴപ്പമില്ല, എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷേ കേരള പോലീസ് ഇത് അന്വേഷിച്ചാൽ, അക്സർ പറഞ്ഞത് വളരെ ശരിയാണ്, ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല, പ്രശാന്ത് കുറ്റം ചെയ്തിട്ടില്ല, നവീൻ ബാബു കുറ്റം ചെയ്തിട്ടില്ല, അപ്പോൾ ആരും കുറ്റം ചെയ്തിട്ടില്ല, എല്ലാവരും വെറുതെ വിടും. ദിവ്യക്കെതിരെ ഒരു കേസ് പോലും നിലനിൽക്കില്ല എന്ന് ഞാൻ പറയുന്നു. 108 ഒന്നും എൻ്റെ അനുഭവത്തിൽ, ഞാൻ വളരെ ചെറിയൊരു അഡ്വക്കേറ്റാണ്, അക്സറിൻ്റെ അത്രയൊന്നും കേസുള്ള ആളല്ല, അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷേ 108 120B പോലും നിലനിൽക്കണമെങ്കിൽ ഒരുപാട് തെളിവുകൾ വേണം. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസംഗം നടത്തി ഉടനെ പോയി ഒരു ADM ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അസംബന്ധ നാടകമുണ്ടല്ലോ, അത് മാത്രമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. അല്ലാണ്ട് അത് പൊളിക്കണമെങ്കിൽ CBI വന്നാൽ നടക്കുമോ എന്നറിയില്ല. പരീക്ഷിക്കാവുന്ന അവസാനത്തെ വഴിയാണ് ആ കുടുംബം തേടിയത്. ലേറ്ററാണ് നമ്മൾ പറയുമ്പോൾ പോലും ഇപ്പോഴെങ്കിലും, അറ്റ്ലീസ്റ്റ് നൗ ഇഫ് നോട്ട് ലേറ്റർ എന്ന് പറയാം, അത് കുടുംബം തേടിയത്. ആ തേടൽ ഹൈക്കോടതി എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. സർക്കാർ ഗതി കെട്ടാൽ സർക്കാർ സമ്മതിക്കുമ്പോഴേക്കും എല്ലാ തെളിവും ഏതാണ്ട് അവസാനിച്ചിരിക്കും. CBIയുടെ കയ്യിൽ ഒന്നും കിട്ടാൻ വഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല. ശ്രീ ശബരിനാഥൻ, ഇത് കോടതിയിൽ പോയിരിക്കുന്നു. അവർ നിലവിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, അത് പ്രോപ്പറല്ല എന്ന വിമർശനമുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി ആ വിഷയത്തെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയ ഇടപെടലും രാഷ്ട്രീയ സമ്മർദ്ദവും വേണ്ടി വരുമോ, വേണ്ടി വരില്ലേ? അതിൽ നിങ്ങൾ ഇടപെടില്ലേ? ഇല്ല, ഇതിനിയും പന്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വീട്ടിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻസും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അന്വേഷണവും ശരിയായ രീതിയിലാണെന്ന് കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഒരു പക്ഷേ മറിച്ചായിരിക്കും തീരുമാനം. എന്നിരുന്നാലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ കേസ് കഴിഞ്ഞ 45 ദിവസമായി സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ കേരള പൊതുസമൂഹവും ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്കിൽ അവ്യക്തതകളിൽ അവർക്കൊട്ടും തൃപ്തിയില്ല. ബഹുമാനപ്പെട്ട കോടതി അത് റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി സർക്കാരിനോട് കൂടുതൽ സീരിയസ് അന്വേഷിക്കാൻ ഡയറക്ഷൻ നൽകുമെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ട് ഇടപെടൽ ഉണ്ടാകുമെന്ന കുടുംബത്തെപ്പോലും ഞാനും പ്രതീക്ഷിക്കുന്നു. ശരി, പോസിറ്റീവായ ഇടപെടൽ ഉണ്ടാവട്ടെ, അവരുടെ ആധിയും ആശങ്കകളും അവസാനിക്കട്ടെ. എനിവേ നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ ശബരിനാഥൻ, ഒപ്പം ശ്രീ CR നീലകണ്ഠൻ, BN ഹസ്കർ, ശ്രീ ജോർജ് ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തു.